ഹായ് നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കേറ്ററ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസ് ഉണ്ടല്ലേ, നമ്മുടെ സ്വന്തം ഫിസിക്കൽ സയൻസ്. കേറ്ററ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ തന്നെ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിററുകളുടെ ആപ്ലിക്കേഷൻസ്, മിററുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഐഡിയാസ് പ്രാധാന്യത്തോടുകൂടി സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ നമ്മളിന്ന് സമഗ്രമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. 2 വീഡിയോകളായിട്ട് നിങ്ങളിലേക്ക് യൂട്യൂബിലൂടെ തന്നെ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പം മിറർ എന്ന് പറയുന്ന ആ മിറേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മിററുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ മിററിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? റിഫ്ലക്ഷനാണ്, റിഫ്ലക്റ്റ് ചെയ്യാണ്. എനിക്ക് എന്നെ തന്നെ കാണാം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാം. അപ്പോൾ നമ്മൾ റിഫ്ലക്ഷൻ സംഭവിച്ചുകൊണ്ടാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മിററിനകത്ത് നടക്കുന്നത്. റിഫ്ലക്ഷനാണ് മിററിനകത്ത് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മിററുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? പ്ലെയിൻ മിറർ, സ്പെറിക്കൽ മിറർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലെന്താ പ്ലെയിൻ മിറർ? പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ് പ്ലെയിൻ മിററുകൾ എന്ന് പറയുന്നത്. എന്നാൽ കർവ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളതാണ്, അഥവാ കോൺവെക്സും കോൺകേവും ഒക്കെ വരുന്ന കർവ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളതാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. സോ പ്ലെയിൻ മിറർ ഉണ്ട്, സ്പെറിക്കൽ മിറർ ഉണ്ട്. പ്ലെയിൻ മിററും സ്പെറിക്കൽ മിററും. നോക്കൂ, ഇത് സ്പെറിക്കൽ മിററാണ്. നിങ്ങളെല്ലാവരും ഡെയിലി ലൈഫിൽ കണ്ടിട്ടുള്ളതാണല്ലേ? വലിയ വളവുകളിലും അതുപോലെ തന്നെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത്തരത്തിലുള്ള സ്പെറിക്കൽ മിററുകൾ വെച്ചിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്ലെയിൻ മിറർ നമ്മളെല്ലാവരും സാധാരണഗതിയിൽ കാണുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ എന്താ പറയുക, ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അലമാരിയിലൊക്കെയുള്ള പ്ലെയിൻ മിററുകൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 2 തരത്തിലുള്ള മിററുകളുണ്ട് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള നോളജാണ്, ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇനി കർവേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെറിക്കൽ മിററുകളെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് കോൺകേവ് മിറർ, കോൺകേവ് മിററും രണ്ടാമത്തത് കോൺവെക്സ് മിററുമാണ്. കോൺകേവ് മിററും കോൺവെക്സ് മിററും രണ്ടും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, കോൺകേവ് മിറർ എന്ന് പറയുന്നത് അകത്തേക്ക് കുഴിഞ്ഞ്, റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്ന അകത്തേക്ക് കുഴിഞ്ഞു നിൽക്കുകയാണ്. ഒരു കേവിൻ്റെ, ഒരു ഗുഹയുടെ എൻട്രി പോലെ അകത്തേക്ക് കുഴിഞ്ഞു നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ അതാണ് കേവ്. അങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം. വെക്സ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് കോൺവെക്സ് എന്ന് പറയുന്നത്. കോൺകേവും കോൺവെക്സും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അതിന് മുറിച്ച് എടുത്താൽ ആ ഒരു പീസിന് ഇങ്ങനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കില്ലേ? അതേപോലെ ഇപ്പുറത്തുനിന്നൊരു പീസിന് ഞാൻ എടുത്തിട്ട് മാറ്റി ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടെ റഫ് പെയിൻ്റ് അടിച്ചിട്ട് അകത്ത് റിഫ്ലക്റ്റിംഗ് കോട്ടിങ് കൊടുത്തു. ഇവിടെ ആണെങ്കിൽ പുറത്ത് റിഫ്ലക്റ്റിംഗ് കോട്ടിങ് കൊടുത്തു. അപ്പോൾ കോൺകേവ് മിററും കോൺവെക്സ് മിററും അങ്ങനെ നമുക്ക് ഫോം ചെയ്യിച്ചെടുക്കാം. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു സ്പിയറിൻ്റെ, ഒരു ഇമാജിനറി സ്പിയർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സ്പെറിക്കൽ സർഫസിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ് സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ പേര് തന്നെ വന്നിരിക്കുന്നത്. ഒരു സ്പിയറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ മുറിച്ചെടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാമെന്ന് ഓർത്താൽ മതി. സ്പെറിക്കൽ സർഫസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വന്നിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അത് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു, കോൺകേവ് മിററും കോൺവെക്സ് മിററും ആണെന്ന് പറയും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയും ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയയാണ് കോൺവെക്സ് മിററിൻ്റെ ആപ്ലിക്കേഷനും കോൺകേവ് മിററിൻ്റെ ആപ്ലിക്കേഷനും. കോൺവെക്സ് മിററിൻ്റെ ആപ്ലിക്കേഷനും കോൺകേവ് മിററിൻ്റെ ആപ്ലിക്കേഷനും. അപ്പോൾ ഈ കോൺവെക്സ് മിററിൻ്റെയും കോൺകേവ് മിററിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ മറന്നു പോവാതെ, കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഓർത്തിരിക്കാം. ഞാൻ സംസാരിക്കുന്നത് സയൻസുകാരോട് തന്നെയാണ്. K3 ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒന്നുകിൽ കെമിസ്ട്രിക്കാരായിരിക്കും അല്ലെങ്കിൽ ഫിസിക്സുകാരായിരിക്കും. 2 പേർക്കും ഇതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി കെമിസ്ട്രിക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനായിട്ട് ഇത് കാണാതെ പഠിക്കരുത്. എന്ത് ചെയ്യണം? കാര്യം മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ നോക്കി ആദ്യത്തെ പോയിന്റ്സ് ഒക്കെ നോക്കിയേ. റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ് നിൽക്കുന്നതാണ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു അല്ലേ? ഈ ചിത്രത്തിൽ കാണുന്നതൊക്കെ കോൺവെക്സ് മിററുകളാണ്, പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കോൺവെക്സ് മിററുകളാണ്. റിയർ വ്യൂ മിററായിട്ട് വെഹിക്കിളിൽ സൈഡ് മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററിനെ തന്നെയാണ്. സൈഡ് മിററായിട്ട് വെഹിക്കിളിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററിനെ തന്നെയാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് മിററിനെ തന്നെയാണ്. അതേപോലെ സെക്യൂരിറ്റി മിററായിട്ട് സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് മിററിനെ തന്നെയാണ്. ഇതെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? സാധാരണ കാണാതെ പഠിക്കാറുണ്ട്. കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന 3 കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. അതിന് മുമ്പ് കോൺകേവിലേക്ക് കൂടി ഒന്ന് പോകാം. കോൺകേവ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻവേർഡായിട്ട്, കർവ്ഡ് ഇൻവേർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന കോൺകേവ് മിററാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. അതേപോലെ തന്നെ ദന്തിസ്റ്റുകൾ, ENT സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉപയോഗിക്കുന്ന കോൺകേവ് മിററാണ്. അതേപോലെ തന്നെ
ടോർച്ചിലും സെർച്ച് ലൈറ്റിലും വെഹിക്കിളിൻ്റെ ഹെഡ് ലൈറ്റിലും ഒക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ തന്നെ. അപ്പോൾ കോൺകേവ് മിററും കോൺവെക്സ് മിറർ എന്ന് പറയുന്ന രണ്ടെണ്ണത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞല്ലേ. ഇത് സാധാരണ ഇതിൽ കാണാതെ പഠിക്കും, ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞു 3 പോയിൻറ്റ്സ്. ഒന്നാമത്തെ പോയിൻറ്റ്, കോൺവെക്സ് മിറർ നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ഇങ്ങനെ വരയ്ക്കാറുള്ളൂ അല്ലേ, കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത എന്താ? ഇതിലൊരു ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കും. കണ്ടോ, പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കും. കോൺവെക്സ് മിററിനെ സ്പ്രെഡ് ചെയ്യിക്കും. കണ്ടോ, അതായത് കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യിക്കാൻ കഴിയുന്നത്, അഥവാ കറക്റ്റ് വേർഡ് പറഞ്ഞാൽ വൈഡ് ഫീൽഡ് വ്യൂ ഉള്ളത് ആർക്കാണ്? കോൺവെക്സ് മിററിനാണ്. അപ്പോൾ കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യിക്കുന്നത് വഴി തന്നെ കോൺവെക്സ് മിററിനകത്ത് കൂടുതലായിട്ടുള്ള ഏരിയനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് വൈഡ് ഫീൽഡ് വ്യൂ നമ്മൾ ആ ടേം ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം. ഇത് കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി കോൺകേവ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കാര്യം നിങ്ങൾ കോൺകേവ് മിററിൻ്റെ കേസിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. കോൺകേവ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഫോക്കസ് ചെയ്യും അല്ലേ, കറക്റ്റായിട്ട് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം? കോൺകേവ് മിററിനെ ഉപയോഗിക്കാം. ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് കോൺകേവ് മിററിനെ ഉപയോഗിക്കാം. അതേപോലെ ഒരു എക്സ്ട്രാ, ഞാൻ 3 പോയിന്റ് പഠിക്കണം എന്ന് പറഞ്ഞു. 3ാമത്തെ പോയിന്റ്, എൻലാർജ്ഡ് ഇമേജ് കാണിക്കാൻ, അതായത് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് നമുക്ക് കാണണമെങ്കിൽ അത് കോൺകേവ് മിററിൽ മാത്രമേ സാധ്യമാവുള്ളൂ. 3 പോയിന്റ്സ് ഏതൊക്കെയാണ്? കോൺവെക്സ് മിററിൽ എന്ന് പറയുന്ന കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കും, വൈഡ് ഫീൽഡ് വ്യൂ ഉണ്ടെന്നുള്ളതാണ്. കോൺകേവ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനും അതേപോലെ തന്നെ എൻലാർജ്ഡ് ഇമേജിനെ കാണിക്കാനും നമുക്ക് കോൺകേവ് മിററിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതി വയ്ക്കുക. കോൺവെക്സിൻ്റെ കേസിൽ ഒരെണ്ണം, കോൺകേവിൻ്റെ കേസിൽ 2 പോയിൻറ്റ്സും. ഇനി നിങ്ങൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡ് നോക്കിയേ. പർപ്പസ് ആലോചിക്കുക. അതായത് റിയർ വ്യൂ മിററായിട്ട് അല്ലെങ്കിൽ വാഹനങ്ങളുടെ സൈഡ് മിററായിട്ട് കോൺവെക്സ് മിററിനെ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? ഒരു വെഹിക്കിളിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡ് മിററിൽ നോക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം കാണണം, സൈഡിൽ എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്റോ കാര്യങ്ങളോ ആളോ ഒക്കെ നിൽപ്പുണ്ടോ എന്നൊക്കെ കാണണം. അപ്പോൾ അതിനകത്ത് കൂടുതൽ വ്യാപ്തിയിൽ അല്ലെങ്കിൽ കൂടുതൽ ഫീൽഡ് അതിനകത്ത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ കൂടുതൽ ഏരിയ അതിനകത്ത് കണ്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ കൂടുതൽ ഫീൽഡ് വ്യൂ കിട്ടുന്ന, കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യിക്കുന്ന മിററാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു. സംഭവം പിടികിട്ടിയോ? കൂടുതൽ ഏരിയ കാണണം, അതാണ് അവിടുത്തെ പർപ്പസ്. അതിന് ഏറ്റവും പറ്റിയതേതാ? കോൺവെക്സ് മിറർ. അതുകൊണ്ടാണ് റിയർ വ്യൂ മിററായിട്ട് കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിനെ ആലോചിച്ച് നോക്കി. സ്ട്രീറ്റ് ലൈറ്റ്, ഇപ്പോൾ ഒരാൾ രാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നടന്നു പോകുന്നു. ഇനി അപ്പുറത്ത് കുറേ ദൂരം കഴിഞ്ഞിട്ട് അടുത്ത സ്ട്രീറ്റ് ലൈറ്റ്. അപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റ് ലൈറ്റിലേക്ക് എത്തുന്നത് വരെ അയാൾക്ക് വെളിച്ചം കിട്ടണം. അല്ലാതെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മാത്രം ആ പോസ്റ്റിൻ്റെ താഴെ മാത്രം വെളിച്ചം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ വഴിയിലേക്ക് മാക്സിമം സ്പ്രെഡ് ചെയ്യിച്ച് വഴി കാണാൻ പറ്റുന്ന രീതിയിലാക്കണം. സോ പർപ്പസ് അതാണ്. കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെയും എന്തുപയോഗിക്കുന്നതാണ് നല്ലത്? കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുത്ത പോയിൻ്റ് കൂടി നോക്കിയേ. സെക്യൂരിറ്റി മിററുകളായിട്ട് സ്റ്റോറിൽ അല്ലെങ്കിൽ വലിയ വളവുകളിലൊക്കെ നിങ്ങൾ ആ ഇൻട്രോ സ്ലൈഡിൻ്റെ ഭാഗത്ത് കണ്ടപ്പോൾ ഇത് വലിയ വളവുകളിലൊക്കെ നമ്മൾ ഇതുപോലത്തെ കോൺവെക്സ് മിറർ ഉപയോഗിക്കും അല്ലേ. കോൺവെക്സ് മിറർ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്ന വണ്ടി കാണണം. അല്ലെങ്കിൽ സെക്യൂരിറ്റി മിററായിട്ട് വലിയ മിറർ സൈഡിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒക്കെ സൈഡിൽ വെക്കുമ്പോൾ ആ ക്യാഷിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ മാനേജറായിട്ടുള്ള ആൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ ആ മുഴുവൻ കടയും അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഏരിയ അതിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സെക്യൂരിറ്റി മിററിലും ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം. അതേപോലെ തന്നെ വലിയ വളവുകളിലൊക്കെ വയ്ക്കുന്നതും ഇതേ പർപ്പസ് കൊണ്ടാണ്. കൂടുതൽ ഏരിയ അതിനകത്ത് കാണാൻ പറ്റും. കണ്ടോ, കോൺവെക്സ് മിററാണ് കൂടുതൽ ഏരിയ കാണാൻ നമുക്ക് സഹായമാകുന്നത്. അതുകൊണ്ട് തന്നെ കോൺവെക്സ് മിററാണ് ഈ പറയുന്ന പോയിൻറ്റ്സിലെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി കോൺകേവ് മിററിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ എന്താ? അതിന് ഫോക്കസ് ചെയ്യാൻ പറ്റും, അതേപോലെ എൻലാർജ്ഡ് ഇമേജ് കാണിക്കാൻ സാധിക്കും. ഈ 2 പോയിന്റ് ഓർത്ത് കഴിഞ്ഞാൽ സോളാർ കുക്കറിൽ ഏതായിരിക്കും ബെസ്റ്റ്? ഒരു പോയിന്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്ത് അവിടെ കൊണ്ട് ഫുഡ് വെച്ച് ചൂടാക്കി എടുക്കാം അല്ലേ.
സൺലൈറ്റ് ഫോക്കസ് ചെയ്ത് വരുത്തിയാലാണ് ചൂട് കൂടുതൽ കിട്ടുക. സോ കോൺകേവ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഷേവിംഗ് മിറർ ആയിക്കോട്ടെ, മേക്കപ്പ് മിറർ ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, നമുക്ക് ഞാനിപ്പോൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഷേവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചെറിയ രോമങ്ങൾ പോലും വലുതാക്കി കാണാൻ പറ്റുവാണെങ്കിൽ എനിക്ക് അത് ക്ലിയർ ആയിട്ട് ഷേവ് ചെയ്ത് കളയാൻ പറ്റും. സോ എൻലാർജ്ഡ് ഇമേജ് കാണിക്കും. ഇപ്പം മേക്കപ്പിന് ചെയ്യുന്ന സമയത്ത് ചെറിയ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അത് എൻലാർജ് ചെയ്ത് കാണുവാണെങ്കിൽ, വലുതാക്കി കാണുവാണെങ്കിൽ എനിക്കതിനെ നന്നായി മേക്കപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിൽ എൻലാർജ്ഡ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് കേവ് മിറർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഷേവിംഗ് മിററിലും അതേപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് മിററിലൊക്കെ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നതിന് കാരണം. ഡോക്ടർമാർ, ENT സ്പെഷ്യലിസ്റ്റൊക്കെ എവിടെ ഉപയോഗിക്കും? കോൺകേവ് മിറർ ഉപയോഗിക്കും. ഇതേ കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ പല്ലിൻ്റെ മോൾ ഭാഗത്തെ പല്ലിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പോടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂണിൻ്റെ അറ്റത്തൊരു മിറർ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വായിൽ വെച്ചിട്ട് അവർ കാണിച്ചു തരും. ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരെടുത്ത് നോക്കും. അത് എൻലാർജ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ അവിടെ ഉണ്ടോ എന്നുള്ള വിശദീകരിച്ച് കാണാൻ പറ്റും. വിടവ് ഉണ്ടെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻലാർജ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് ENT സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ ദന്തിസ്റ്റുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. വലുതാക്കി കാണാൻ കോൺകേവ് മിറർ തന്നെയാണ് ഉപയോഗിക്കുക. ദെൻ അടുത്ത് നോക്കിയ നമ്മൾ സെർച്ച് ലൈറ്റ്, വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ് ആണ്, സൈഡ് മിറർ അല്ല. ഹെഡ്ലൈറ്റ്, ടോർച്ച്, സെർച്ച് ലൈറ്റ്, ഇതൊക്കെ എന്തിനാ? താഴെ ഒരു പാമ്പുണ്ട്, കറക്റ്റ് അടിക്കുമ്പോൾ പറമ്പിലോട്ടാണ് ലൈറ്റ് പോകുന്നത്, മൊത്തം സ്പ്രെഡ് ചെയ്ത് പോകുകയാണെങ്കിൽ വല്ല കാര്യമുണ്ട്? ഇല്ല. ഫോക്കസ് ചെയ്ത് കറക്റ്റ് ആ പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ആ പോയിൻ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കണം. കറക്റ്റ് ആ വട്ടത്തിൽ തന്നെ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. അതുപോലെ ലൈറ്റ് വഴി കൂടി പോകുന്ന സമയത്ത് പറമ്പിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോകല്ല, വഴി തന്നെ ഫോക്കസ് ചെയ്തടിക്കണം. സോ ഫോക്കസ് ചെയ്യുക എന്നുള്ളിടത്തെല്ലാം കോൺകേവ് മിററാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ ആ കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് കോൺവെക്സും കോൺകേവും നമുക്ക് പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് സാധിക്കുക. സോ വളരെ ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങളെ 3 പോയിൻറ്റ്സ് അറിയാമെങ്കിൽ ഏത് എക്സാമ്പിൾ ചോദിച്ചാലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നുമല്ലാത്ത ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൂടുതൽ ഫീൽഡ് വ്യൂ കിട്ടണോ അതോ ഫോക്കസ് ചെയ്യണോ, ഏതാണോ അടുത്ത പർപ്പസ്, വലിയ ഇമേജ് കിട്ടണോ, ആലോചിക്കുക. അതിനനുസരിച്ചിട്ട് ഏത് മിററാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുക്കുക. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ആലോചിക്കാൻ പറ്റണം. പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പോൾ കാലിഡോസ്കോപ്പ് അല്ലെങ്കിൽ സ്പെരിസ്കോപ്പിലൊക്കെ നമ്മൾ പ്ലെയിൻ മിററുകൾ ഉപയോഗിക്കാറുണ്ട്. പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ വലിപ്പത്തിലുള്ള ഇമേജിനെ കാണിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അവിടെ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരവും മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും നമുക്ക് ഒരേപോലെയാണ് കാണാൻ പറ്റുക. അതേപോലെ തന്നെ ലാറ്ററൽ ഇൻവേർഷൻ, അതായത് വലത് ഇടതായും ഇടത് വലതായും കാണുന്ന, സൈഡുകൾ പരസ്പരം തിരിഞ്ഞ് മിറർ ഇമേജിലൊക്കെ വരുന്ന അങ്ങനെയല്ലേ, അത് തന്നെ മിറർ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. ആ ഒരു കൺസെപ്റ്റാണ്. ഇടത് വലതായും വലത് ഇടതായും കാണുന്നതാണ് ലാറ്ററൽ ഇൻവേർഷൻ. ഇതെല്ലാ മിററുകളും കാണുന്നതാണ്, പ്ലെയിൻ മിററിലും കാണാറുണ്ട്. അതേപോലെ തന്നെ ഈ ആംബുലൻസിൻ്റെ ഫ്രണ്ടിലൊക്കെ തലതിരിച്ചെഴുതുന്നത് ഈ പറയുന്ന ലാറ്ററൽ ഇൻവേർഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇനി നമുക്ക് സ്പെറിക്കൽ മിററുകളെ സംബന്ധിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്ന ഒരു സ്പിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടാണ് അതിന് ആ പേര് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ കോൺകേവും കർവ്ഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ കോൺവെക്സും മിററുകളായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്പെറിക്കൽ മിറർ എന്ന് പറയുന്നത് സ്പിയറിൻ്റെ പാർട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഈ സ്പെറിക്കൽ മിററിനകത്ത് ചില ടേംസ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. അത് എന്തൊക്കെയാണ് ആ ടേംസ് എന്ന് പറയുന്നത് ഒന്ന് നോക്കിയാലോ. അതായത് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, അതേപോലെ തന്നെ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് ടേംസ്, ഫോക്കസ്, പോള്, അത്തരത്തിലുള്ള ചില പ്രിൻസിപ്പൽ ആക്സിസ്, അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സെൻറ്റർ ഓഫ് എ സ്പിയർ, അതായത് ഏത് സ്പിയറിൽ നിന്നാണോ നമ്മൾ ഈ മിറർ എടുത്തിരിക്കുന്നത്. ഇപ്പം കോൺകേവ് മിറർ എടുത്തു, ഇതേതോ ഒരു സ്പിയറിൽ നിന്ന് എടുത്താണ്. ഇമാജിനറി ഒരു സ്പിയർ ഉണ്ടാക്കിയാൽ ആ സ്പിയറിനൊരു സെൻറ്റർ ഉണ്ട് അല്ലേ. ആ സ്പിയറിനൊരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അതിനെ സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് കാണിക്കുക. ഇനി ആ സ്പിയറിൻ്റെ ഇമാജിനറി അല്ലെങ്കിൽ ആ ഒരു ഇമാജിനറി സ്പിയറിൻ്റെ ഒരു റേഡിയസ് ഉണ്ട്. അതിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ ആർ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് കാണിക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചർ സി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ സ്പിയറിൻ്റെ റേഡിയസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ വെച്ചും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് പോള്, അതായത് ഈ മിററിനൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പോള് പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് സൂചിപ്പിക്കും. ഈ പോളിലൂടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ട്, ഈ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, സെൻറ്റർ ഓഫ് സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. ആ മിറർ ഏത് സ്പിയറിൻ്റെ ഭാഗമാണോ ആ സ്പിയറിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് മിറർ ഏത് സ്പിയറിൻ്റെ
സ്പിയറിൻ്റെ ഭാഗമാണോ ആ സ്പിയറിൻ്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്കുള്ള ആ ഒരു റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആയിട്ട് നമുക്ക് അതിനെ എടുക്കാം. ഇനി അപ്പർച്ചർ, റിഫ്ലക്റ്റിംഗ് സർഫസ്, അതായത് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ടല്ലോ, അതിനെയാണ് അപ്പർച്ചർ എന്ന് വിളിക്കുക. പോൾ നമ്മൾ പറഞ്ഞല്ലോ, പോൾ ഓഫ് മിറർ എന്ന് പറയുന്ന മിഡ് പോയിന്റ് ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ പോള് എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന ഫിഗർ വെച്ചിട്ടാണ് കാണിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇനി SCERT ഒക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു കൊടുത്തിരിക്കുന്ന ഒരു ടേബിളാണ്, ജസ്റ്റ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് തന്നെന്നുള്ളതേ ഉള്ളൂ. മിററുകളുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും. റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ഏതാ, കോൺവെക്സ് മിററാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ചെറിയ ഇമേജ് ആണ് കോൺവെക്സ് മിറർ കാണിക്കുക. അതുപോലെ തന്നെ വൈഡ് ഫീൽഡ് വ്യൂ ഉണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് സ്ട്രീറ്റ് ലൈറ്റിൽ ഉപയോഗിക്കുന്നുള്ള കാര്യം പറഞ്ഞു, സെക്യൂരിറ്റി മിററായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി കോൺകേവ് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷേവിംഗ് മിററായിട്ടും ടോർച്ചിൽ റിഫ്ലക്ടറായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇതില്ലേ മേക്കപ്പ് മിററിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാണെന്ന് പറയുന്നു. എൻലാർജ്ഡ് ഇമേജ് ആണ് അവിടെ കാണുന്നത് കോൺകേവ് മിററിനകത്ത്. എൻലാർജ്ഡ് ഇമേജ് ആണെങ്കിൽ അതുപോലെ തന്നെ പാരലായിട്ട് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും, ഫോക്കസ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. പ്ലെയിൻ മിററിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫേസ് കാണാനും കാലിഡോസ്കോപ്പും പെരിസ്കോപ്പും ഒക്കെ നിർമ്മിക്കുവാനുമായിട്ട് നമുക്ക് പ്ലെയിൻ മിററിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി സെയിം ഇമേജിൻ്റെ അതേ വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പത്തിലുള്ള ഇമേജ് ഫോം ചെയ്യാനും അതുപോലെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ പറയുന്ന പ്ലെയിൻ മിററിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രോബ്ലം ടൈപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഇതൊന്നും ജനറലായിട്ട് അറിഞ്ഞിരിക്കുക, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്? തൊട്ട് മുമ്പത്തെ ആ ഒരു കൺസെപ്റ്റിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പം കോൺകേവ് മിററാണെങ്കിൽ അതിൽ വന്ന് വീഴുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യിച്ച ശേഷം കറക്റ്റായിട്ടൊരു പോയിന്റിലൂടെ കടന്നു പോകും അല്ലേ, ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് പോയിന്റ് എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. ഫോക്കസ് പോയിന്റ്, ഡിസ്റ്റൻസ് ഫ്രം ദ പോൾ ഓഫ് എ മിറർ ടു പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് പോളിൽ നിന്നുള്ള ആ ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും. അത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കാണിക്കാറുള്ളത്. സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കാറുള്ളത്. അപ്പോൾ പോളിൽ നിന്നും ഫോക്കൽ പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഫോക്കൽ ലെങ്തിനെ കാണിക്കാനുള്ള ഇക്വേഷൻ എന്താ? R/2. ആരാ? റേഡിയസ് ഓഫ് കർവേച്ചറാ. അതായത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി ആയിരിക്കും. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതി ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്ന 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കാം അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത്? നോക്കുക, 40 റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ, 40 ആണ്. അങ്ങനെയാണെങ്കിൽ 40/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഫോക്കൽ ലെങ്ത് കിട്ടും 20 സെൻറ്റിമീറ്റർ. എന്നാൽ നിങ്ങളോട് ചോദിക്കുന്നത് ഫോക്കസ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? F = R/2 ആയതുകൊണ്ട് തന്നെ R = എന്തായിരിക്കും? 2F എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. R = 2F എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സോ R = 2 × 40 എത്ര കിട്ടും? 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ, 80 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ രണ്ട് രീതിയിൽ മാറി മറിച്ചും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഈ ഒരു ആദ്യത്തെ പാർട്ടിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് മിററുകളും അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെയാണ് പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഈ മിററിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതുപോലെ നേരത്തെ പ്ലെയിൻ മിററിൻ്റെ കേസിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സാധ്യമാവുമെന്ന് പറഞ്ഞു, അതിനകത്ത് എങ്ങനെയാണ് നമ്പർ ഓഫ് ഇമേജസ് കാണാനുള്ള ഇക്വേഷനൊക്കെ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ എൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ എത്തിക്കോളും. അതിൽ നമ്മളിത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.